മൺഡേ ലീവ് ആയതുകൊണ്ട് തന്നെ സൺഡേ രാവിലെ തന്നെ നാട്ടിലേക്ക് ഒരു റോബസ്റ്റും കഴിച്ച് നേരെ ബസ് കയറി റെയിൽവേ സ്റ്റേഷൻ വരെ. റെയിൽവേ സ്റ്റേഷൻ എത്തിയതും നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ട്രെയിൻ എത്തി. നല്ലൊരു വിൻഡോ സീറ്റ് നോക്കി പിടിച്ചു. പിന്നെ ബാക്കി കാഴ്ചകളും കണ്ട് അവിടെ ഇരുന്നു. ട്രെയിനിൽ പോകുമ്പോൾ മിക്ക ടൈമിലും എയർപോർട്ട് എത്തി കഴിഞ്ഞാൽ അത് നോക്കിപ്പോ, കാരണം നല്ല രസമാണ് അത് കാണാൻ. ഇടയ്ക്കിരുന്ന് അടുത്ത് കഴിഞ്ഞാൽ നേരെ പോയി ഡോറിന്റെ അടുത്ത് നിൽക്കും. സംഭവം നല്ല ഭംഗിയാണ് ആ കാഴ്ചകളെ കണ്ട് അവിടെ നിൽക്കാൻ. പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ ആ ഭംഗിയെ കണ്ട് പോകും. പിന്നെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ നാട്ടിലേക്കുള്ള ബസ് കയറി. വരുന്ന വഴിക്ക് ഈ റോഡിൽ എന്തോ പണി നടക്കുന്നതുകൊണ്ട് ബസ് നേരെ റൂട്ട് മാറ്റി പിടിച്ചു. പോയതാണെങ്കിൽ ഞാൻ പഠിച്ച കോളേജിന് മുമ്പിലൂടെ. ഇതാണ് ഞാൻ പഠിച്ച കോളേജ്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തിയതും നല്ല ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ നേരെ പോയത് ചെരുപ്പ് എടുക്കാനായിരുന്നു. അങ്ങനെ കുറെ ചെരുപ്പൊക്കെ ഇട്ട് നോക്കി. അവസാനം ഇവനെ എടുത്തു. ഉച്ചയായപ്പോൾ അമ്മ നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കിയെന്നായിരുന്നു. അതും കഴിച്ച് നേരെ ഡ്രാഗൺ മൂവി ഇരുന്ന് കണ്ടു. മൂവി കഴിഞ്ഞപ്പോൾ നേരെ ഏട്ടന്റെ കുട്ടിയുടെ അടുത്ത് പോയി. ഇവന്റെ പേരാണ് ദർശിക്. അങ്ങനെ അവനെയും കളിപ്പിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്നു. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഒന്ന് വട ഉണ്ടാക്കിയാലൊന്നും കണ്ട് ആലോചിച്ച്. വടക്കുള്ള മാവ് വീട്ടിലുണ്ട്. അപ്പൊ പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് റെഡിയാക്കി മതി. അങ്ങനെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, വേപ്പില, പിന്നെ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് സംഭവം നന്നായിട്ട് മിക്സ് ആക്കി. നമ്മളിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് രത്തും പിടിയും കിട്ടിയില്ലായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ സംഭവം റെഡിയാക്കി. ഈ വടക്ക് തുളി ഉണ്ടാക്കുന്നവരെ സമ്മതിച്ചു പോകണം, കാരണം എന്തൊരു പണിയാണെന്ന് അറിയോ. ഫൈനലി നല്ല ക്രിസ്പി വട തയ്യാർ. ഇവൻ മാത്രം എന്നെ കഷ്ടിച്ച് രക്ഷിച്ചു, കാരണം കുറച്ച് തുളയെങ്കിലും ഇവൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ വട ഞാൻ തന്നെ കഴിച്ചു. ടോട്ടലി കൊള്ളാം. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ ദിവസത്തെ പരിപാടി.